ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്തരിച്ച കോൺഗ്രസ് നേതാവ് തെന്നര ബാലകൃഷ്ണപിള്ളയ്ക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ യാത്രാമൊഴി. സംസ്കാരം നാളെ തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബകളെ കണ്ടെത്താനുള്ള സംസ്ഥാനത്തെ മോളിക്കുലാർ സങ്കേതം വിജയമെന്ന് മന്ത്രി വീണ ജോർജ്. റിപ്പോ നിരക്ക് വീണ്ടും കുറച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ 5.5% ആയി. ഓഹരി വിപണികളിൽ മുന്നേറ്റം. ത്യാഗസമർപ്പണത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ഓർമ്മപ്പെടുത്തലുമായി നാളെ ബലിപെരുന്നാൾ. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടെ അതിർത്തി പ്രദേശങ്ങളുടെ വികസനവും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിന് നിരവധി നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഇക്കാലയളവിൽ അതിർത്തി മേഖലകളിൽ 10,000 ബങ്കറുകൾ നിർമ്മിക്കപ്പെട്ടതായും ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുണ്ടായ അടിയന്തര ഘട്ടങ്ങളിൽ ഈ ബങ്കറുകൾ പ്രയോജനപ്പെട്ടതായും ശ്രീ മോദി വ്യക്തമാക്കി. ജമ്മുകശ്മീരിലെ കത്രയിൽ 46,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും സമർപ്പണവും നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. हमारी सरकार बॉर्डर किनारे बसे लोगों को देश का प्रथम प्रहरी मानती है. बीते दशक में सरकार ने बॉर्डर के जिलों में विकास और सुरक्षा के लिए अभूतपूर्व काम किया है. इस दौरान करीब 10,000 नए बंकर्स बनाए गए हैं. इन बंकरों ने ऑपरेशन सिंदूर के बाद बने हालात में लोगों का जीवन बचाने में बड़ी मदद की है. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായ ജമ്മുകാശ്മീരിലെ ചിനാബ് പാലവും ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലമായ അഞ്ചിഘട്ട് പാലവും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ശ്രീനഗറിൽ നിന്നും കത്രയിലേക്കുള്ള ആദ്യ വന്ദേഭാരത് സർവീസും ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ യാത്രാമൊഴി. ഭൌതികദേഹം നാളെ രാവിലെ 10:30 KPCC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം ശാന്തി കവാടത്തിൽ. ഇന്നു രാവിലെ തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. 95 വയസ്സായിരുന്നു. 3 തവണ രാജ്യസഭാ MP, 2 തവണ വീതം നിയമസഭാംഗം, KPCC അധ്യക്ഷൻ എന്നീ പദവികൾ വഹിച്ച തെന്നല ബാലകൃഷ്ണപിള്ള കൊല്ലം ശൂരനാട് സ്വദേശിയാണ്. കളങ്കമേൽക്കാത്ത രാഷ്ട്രീയ ജീവിതത്തിനുടമയായ തെന്നല ഗ്രൂപ്പുകൾക്ക് അതീതനായ കോൺഗ്രസുകാരനായാണ് അറിയപ്പെട്ടിരുന്നത്. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ അനുശോചിച്ചു. കേരളത്തിന്റെ സഹകരണ മേഖല ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച സർവ്വ ആദരണീയനായ രാഷ്ട്രീയ നേതാവിനെയാണ് നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്വതയാർന്ന പ്രവർത്തനത്തിലൂടെ നിരവധി നേതാക്കൾക്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയ നേതാവായിരുന്നു തെന്നലയെന്ന് പ്രതിപക്ഷ നേതാവ് അനുസ്മരിച്ചു. ഓരോ പൊതുപ്രവർത്തകനും മാതൃകയാക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് വിട വാങ്ങിയതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസിന്റെ സൌമ്യ മുഖവും നന്മയുമായിരുന്നു തെന്നലയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ പക്വതയുടെയും മൂല്യങ്ങളുടെയും അപൂർവ മുഖമാണ് വിട വാങ്ങിയതെന്ന് ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന 5 തരം അമീബകളെ കണ്ടെത്താനുള്ള സംസ്ഥാനത്തെ മോളിക്കുലാർ സങ്കേതം വിജയം. മോളിക്കുലാർ ലാബിലൂടെ ആദ്യത്തെ അമീബയുടെ രോഗസ്ഥിരീകരണം നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോ ബയോളജി വിഭാഗത്തെ കൂടി രോഗനിർണയത്തിനായുള്ള വിദഗ്ധ കേന്ദ്രങ്ങളായി വികസിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിൻ തൃശൂർ ജില്ലാതല ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 365 ദിവസവും പരിസ്ഥിതിയുടെ സംരക്ഷകരാകേണ്ട ചുമതല ഏറ്റെടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു. പച്ചത്തുരുത്ത് പദ്ധതിയുടെ വ്യാപനവും വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷങ്ങളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് സെപ്റ്റംബർ 30 വരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായ തൈനടൽ കേവലം സമൂഹമാധ്യമങ്ങളിലെ ചിത്രം പങ്കുവയ്ക്കലിൽ ഒതുങ്ങരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 15 ലക്ഷം വൃക്ഷങ്ങളാണ് ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലാകെ നടാൻ ലക്ഷ്യമിടുന്നതെന്നും വൈലോപ്പിള്ളി ശ്രീധരമേനോൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളത്തിൽ ഹരിതകർമ്മ സേനയുടെ പങ്ക്, മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വഹിക്കാവുന്ന പങ്ക്, വിദ്യാലയത്തിൽ നടത്താനിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറുമാണ് മത്സരരംഗത്തെ പ്രമുഖർ. വോട്ടെടുപ്പ് ദിവസമായ ഈ മാസം 19 നിലമ്പൂർ നിയമസഭാ മണ്ഡല പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും
പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 23-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡുകൾ വിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനത്തിൽ പരാതികൾ അറിയിക്കുവാനുള്ള അവസാന തീയതി സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ മാസം 10-ലേക്ക് നീട്ടി. നേരിട്ടോ രജിസ്റ്റേർഡ് തപാലിലോ പരാതികൾ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നൽകാം. രേഖകൾ ഹാജരാക്കാൻ ഉണ്ടെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും നൽകണം. സംസ്ഥാനത്ത് +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ മെരിറ്റ് ക്വാട്ടയിൽ 2,49,540 വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് നൽകിയെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും 27,074 പേർ പ്രവേശനം നേടിയിട്ടില്ല. രണ്ടാം അലോട്ട്മെന്റ് ഈ മാസം 10-ന് പ്രസിദ്ധീകരിച്ച് 10, 11 തീയതികളിൽ പ്രവേശനം നടത്തും. മൂന്നാം അലോട്ട്മെന്റ് 16-ന് പ്രസിദ്ധീകരിച്ച് 16, 17 തീയതികളിൽ പ്രവേശനം പൂർത്തിയാക്കി 18-ന് ക്ലാസുകൾ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. ത്യാഗസമർപ്പണത്തിന്റെയും സഹജീവികളോടുള്ള സ്നേഹത്തിന്റെയും ഓർമ്മപ്പെടുത്തലുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ. സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടക്കും. പെരുന്നാളിനോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും ബാങ്കുകൾക്കും നാളെ അവധിയാണ്. എല്ലാ വിശ്വാസികൾക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. തുടർച്ചയായ 3-ാം തവണയും റിപ്പോ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 50 ബേസിസ് പോയിന്റ് കുറച്ചതോടെ നിലവിലെ നിരക്ക് 6% നിന്ന് 5.5% ആയി. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള പണനയ സമിതിയുടെ യോഗത്തിന് ശേഷമാണ് നിരക്കുകൾ പ്രഖ്യാപിച്ചത്. പണപ്പെരുപ്പം കുറയുന്നതോടൊപ്പം വളർച്ചയ്ക്ക് മുൻഗണന നൽകേണ്ട സാഹചര്യവും കണക്കിലെടുത്താണ് റിപ്പോ നിരക്കിൽ കുറവ് വരുത്തിയത്. ഇതോടെ വായ്പാ നിക്ഷേപ പലിശകളിൽ നിരക്ക് കുറവ് പ്രതിഫലിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടം. സെൻസെക്സ് 747 പോയിന്റ് ഉയർന്ന് 82,181-ലും നിഫ്റ്റി 252 പോയിന്റ് നേട്ടത്തിൽ 25,003-ലും വ്യാപാരം അവസാനിപ്പിച്ചു. മെഡിക്കൽ PG പ്രവേശന പരീക്ഷയായ നീറ്റ് ഓഗസ്റ്റ് 3-ന് ഒറ്റ ഷിഫ്റ്റായി നടത്താൻ ദേശീയ പരീക്ഷാ ബോർഡിന് അനുമതി നൽകി സുപ്രീംകോടതി. ജൂൺ 15-നാണ് ആദ്യം പരീക്ഷ നിശ്ചയിച്ചിരുന്നത്. പരീക്ഷാ ബോർഡ് 2 മാസത്തിലധികം സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തീയതി മാറ്റി നൽകുകയായിരുന്നു. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകിനെ എല്ലാ വീടുകളിലും എത്തിക്കുന്നതിനായി കണ്ണൂരിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പദ്ധതി ആരംഭിക്കുന്നു. ഒരു വീട്ടിൽ ഒരു കുരുമുളക് തൈ എന്ന ഈ പദ്ധതിയിൽ ഹൈബ്രിഡ് കുറ്റി കുരുമുളക് തൈകളാണ് വീടുകളിൽ എത്തിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ. ശശിധരൻ. തളിപ്പറമ്പ് ജൈവിക നഴ്സറിയിൽ നിന്നും വികസിപ്പിച്ചെടുത്ത തൈകൾ ജില്ലയിലെ 81 CDSകളിലെയും അയൽക്കൂട്ടങ്ങൾ, JLGകൾ, IFC എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാ അയൽക്കൂട്ടം അംഗങ്ങളുടെയും വീടുകളിലെത്തിക്കും. ആദ്യഘട്ടം എന്ന നിലയിൽ 3 ലക്ഷം തൈകളാണ് ജില്ലയിൽ വിതരണം ചെയ്യുന്നത്. ജൂലൈ 5 വരെയുള്ള കാലയളവിൽ നടീൽ പൂർത്തിയാക്കും. കാർഷിക മേഖലയിലെ വിദഗ്ധർ കർഷകരുമായി സംവദിക്കുന്ന വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. ഇന്ന് കോഴിക്കോട് ചെലവൂർ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിലും തോടന്നൂർ ബ്ലോക്കിലും ആലപ്പുഴ ഹരിപ്പാട് ബ്ലോക്കിലും വിവിധ പരിപാടികൾ നടന്നു. പട്ടികവർഗ വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനുള്ള അക്ഷരോന്നതി പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. പദ്ധതിയുടെ ലോഗോ പ്രകാശനം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പട്ടികവർഗ ഉന്നതികളിലെ സാമൂഹ്യ പണ്ണമുറികളിലേക്കുള്ള ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പുസ്തകശേഖരത്തിനാണ് തുടക്കമായത്. ജില്ലയിലെ വിവിധ ഉന്നതികളിലെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വിവിധ ഘട്ടങ്ങളായി സംഘടിപ്പിക്കുന്ന വ്യവസ്ഥാപിതമായ വായനാ സംസ്കാര പ്രോത്സാഹന പദ്ധതിയാണ് അക്ഷരോന്നതി. പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 8,794 ഗുണഭോക്താക്കൾക്ക് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ 300 കോടി രൂപയുടെ മാർജിൻ മണി സബ്സിഡി വിതരണം ചെയ്തു. 884 കോടി രൂപയുടെ ബാങ്ക് വായ്പ അനുവദിച്ചതിലുള്ള സബ്സിഡിയായാണ് വിതരണം ചെയ്തത്. കേരളം, പുതുച്ചേരി, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലേക്കായി 80.26 കോടി രൂപയുടെ സബ്സിഡി വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്തരിച്ച കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ യാത്രാമൊഴി. സംസ്കാരം നാളെ തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബകളെ കണ്ടെത്താനുള്ള സംസ്ഥാനത്തെ മോളിക്കുലാർ സങ്കേതം വിജയമെന്ന് മന്ത്രി വീണ ജോർജ്. റിപ്പോ നിരക്ക് വീണ്ടും കുറച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ 5.5% ആയി. ഓഹരി വിപണികളിൽ മുന്നേറ്റം. ത്യാഗസമർപ്പണത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ഓർമ്മപ്പെടുത്തലുമായി നാളെ ബലിപെരുന്നാൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.